ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും വിവാഹം ഒരു കൂദാശ എന്നതിലുപരി ആഘോഷങ്ങൾക്കുള്ളൊരു മാർഗമായിട്ട് മാറുന്നുണ്ട്. അപ്പം വിവാഹത്തിനോട് നമ്മൾ സമീപിക്കുമ്പോൾ ഇന്നത്തെ യുവജനങ്ങളായ നമ്മൾ വിവാഹത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം വിവാഹത്തിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? വിവാഹം എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായ ഒരു സമ്മതം, ഫ്രീ കൺസെന്റ് വിവാഹത്തിന് ആവശ്യമാണ്. ഒരാൾ നിർബന്ധിച്ച്, ഇപ്പം അമ്മ പറയാണ്, നീ ഈ ചെറുക്കനെ കെട്ടിയില്ല എങ്കിൽ എന്നെ നീ മറന്നേക്ക്, ഞാൻ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയല്ല എന്നൊക്കെ അമ്മമാർ പറഞ്ഞ് പേടിപ്പിച്ച് ഒരുത്തനെ കൊണ്ട് കെട്ടിക്കരുത്. അതും തെറ്റാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നാണ് വിവാഹത്തിനുള്ള തീരുമാനം. ആ തീരുമാനം സ്വതന്ത്രമായി എടുക്കാൻ അവരെ ബലപ്പെടുത്തുക, അതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് സ്വതന്ത്രമായ തീരുമാനം വിവാഹത്തിൻ്റെ സാധുവായ സ്വീകരണത്തിന് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അവിഭാജ്യതയാണ്. എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഇതിലിടയില്ല, അല്ലേ? ഒരുത്തൻ ഒരു കാമുകിയെ സ്വന്തമായി കൊണ്ടുനടക്കുന്നു, അത് രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് ഒരുത്തിയെ കല്യാണം കഴിക്കും. അല്ലെ വിദേശത്തൊരു ഭാര്യ നാട്ടിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വേറൊരു ഭാര്യയും കെട്ടി ജീവിക്കുന്നു. അത് അസാധുവായ വിവാഹമാണ്. കാരണം എന്താണ്? വിവാഹം അഭേദ്യമായ ബന്ധമാണ്. അത് വേറൊരാൾക്കും അതിനകത്ത് ഇടപെടാനില്ല. തന്നെയുമല്ല, ഈ വിവാഹം അഭേദ്യമാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് അതിൽ സ്ഥാനമില്ല. അത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും വിവാഹം എന്ന കൗദാശിക അവസ്ഥയിൽ ജീവിക്കാൻ സന്നദ്ധനാകും. ഒരു കൊല്ലത്തേക്ക് നോക്കാം, ഇതിനകത്ത് ശരിയായില്ലെങ്കിൽ വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കരുത്. അതാണ് ഈ അവിഭാജ്യത എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥം. മൂന്നാമതായി വിവാഹത്തിൻ്റെ സാധുതയ്ക്ക് വേണ്ടത്, നിങ്ങൾ വിവാഹം കഴിക്കുന്നതിലൂടെ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ദൈവീകമായ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ. ഇപ്പം ജന്മം കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയല്ല. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശാരീരിക പ്രതിസന്ധികൾ കൊണ്ടോ അല്ലെങ്കിൽ വന്ധ്യത മൂലമോ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പറ്റിയെന്നൊന്നും വരാത്ത സാഹചര്യമുണ്ട്. അതൊന്നും വിവാഹത്തിൻ്റെ സാധുതയെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. മറിച്ച് അങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. ജീവിതകാലം നമുക്ക് മക്കളെ വേണ്ട എന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് സഭാവിശ്വാസമനുസരിച്ച് തെറ്റായ തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് വിവാഹത്തിൻ്റെ അഭേദ്യതയുടെ ഭാഗമായി സഭ നിശ്ചയിച്ചിരിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ എല്ലാ യുവജനങ്ങളും ശരിയാം വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർക്കുക.